ലാൽസ് അക്കാഡമി കണ്ടക്ട് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പ്രോബബിലിറ്റിയിൽ വരുന്ന ചില ക്വസ്റ്റ്യൻസ് ട്രീ ഡയഗ്രാം യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ബെയർസ് തിയറം വഴിയോ അല്ലെങ്കിൽ പ്രോബബിലിറ്റി അഡീഷൻ ഫോർമുല വഴിയോ ഒക്കെ എങ്ങനെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ നോക്കാം. കോൺസെപ്റ്റുകളൊന്നുമല്ല, പ്രോബ്ലംസ് സോൾവ് ചെയ്യുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, consider the events A and B where P of A equal to 2/5, P of B complement equal to 1/4 and P of A union B is equal to 7/8. So first question is write down P of B. അപ്പം ഏതൊരു ഇവന്റ് എടുത്താലും നമുക്കറിയാം an event plus its complement is equal to 1. ഇവന്റും അതിന്റെ കോംപ്ലിമെന്ററിയുടെ പ്രോബബിലിറ്റി ആഡ് ചെയ്താൽ 1 ആണ്. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുണ്ട് പ്രോബബിലിറ്റി ഓഫ് ബി കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു 1/4. സോ പി ഓഫ് ബി പ്ലസ് പി ഓഫ് ബി കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു 1/4, ഇസ് ഈക്വൽ ടു 1. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പ്ലസ് 1/4 ഇസ് ഈക്വൽ ടു 1. സോ പ്രോബബിലിറ്റി ഓഫ് ബി ഇസ് ഈക്വൽ ടു 1 മൈനസ് 1/4 വിച്ച് ഇസ് 3/4. അപ്പൊ ബിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 3/4 ആണ്. ഇനി പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കണ്ടുപിടിക്കണം. അതിനിപ്പോ നമുക്ക് പി ഓഫ് എ ഉണ്ട്, പ്രോബബിലിറ്റി ഓഫ് ബി ഉണ്ട്, പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഉണ്ട്. അപ്പൊ അതിന്റെ ഫോർമുല പറയുന്നത് നമ്മുടെ പി ഓഫ് എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു ഫോർ എനി ടു ഇവന്റ്സ് എ ആൻഡ് ബി, പി ഓഫ് എ യൂണിയൻ ബി ഈക്വൽസ് പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. എ യൂണിയൻ ബി 7/8, പി ഓഫ് എ ഇസ് 2/5, പി ഓഫ് ബി നമ്മളിപ്പോ ഫസ്റ്റ് പാർട്ടിൽ കണ്ടുപിടിച്ചു, മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. സോ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു 2/5 പ്ലസ് 3/4 മൈനസ് 7/8. അപ്പോ LCM 2/5 പ്ലസ് 3/4 മൈനസ് 7/8. ആൻസർ 11/40 ആണ്. ഇന്റർസെക്ഷന്റെ വാല്യൂസ് 11/40. പിന്നെ ഒരു പാർട്ട് കൂടെ ഉണ്ട്, കണ്ടീഷണൽ പ്രോബബിലിറ്റി ആണ്. ഇപ്പൊ കണ്ടീഷണൽ പ്രോബബിലിറ്റിയിൽ വരുമ്പോ വാട്ട് ഇസ് പി ഓഫ് എ ഗിവൺ ബി ആണ്. അപ്പൊ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇന്റർസെക്ഷൻ ബേസ് ചെയ്തിട്ടാണ്. സോ പി ഓഫ് എ ഗിവൺ ബി is equal to P of A intersection B divided by P of B. അതാണ് കണ്ടീഷൻ പ്രോബബിലിറ്റിന്റെ ഫോർമുല. സോ A intersection B 11/40, P of B എന്ന് പറയുന്നത് 3/4. So that is 11/40 into 4/3, 10. അപ്പോ 11/30. അതാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി. അപ്പൊ ബേസിക്കലി ഫോർമുലാസ് അറിഞ്ഞാലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, Liam rolls a 6-sided die twice. Determine the probability that exactly 1/4 is rolled. ഇത് ചെയ്യാനായിട്ട് ഒന്നെങ്കിൽ ട്രീ ഡയഗ്രാം യൂസ് ചെയ്തിട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ ഒരു ഡൈ നമ്മൾ ട്വൈസ് റോൾ ചെയ്യുമ്പോൾ 36 ഔട്ട്കംസ് ഉണ്ടല്ലോ, അത് എഴുതിയിട്ട് ചെയ്യാം. ഇപ്പൊ ട്രീ ഡയഗ്രാം വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ 4 എന്ന് പറയുന്നത് 1/6 ആണ്. അപ്പം നോട്ട് ഗെറ്റിംഗ് എ 4 എന്ന് പറയുന്നത് 5/6 ആണ്. അതിന്റെ കോംപ്ലിമെന്റ് ആണ് 5/6. അപ്പൊ ഞാൻ ട്രീ ഡയഗ്രാം വരയ്ക്കുകയാണ് എന്ന് വെച്ചാൽ 2 തവണ. അപ്പൊ ഫസ്റ്റ് ടൈമും എനിക്ക് വേണം, ഫസ്റ്റ് ടൈമും ഉണ്ട്, സെക്കൻഡ് 2 തവണ അതിനെ ത്രോ ചെയ്യുവാണല്ലോ. അപ്പൊ ഫസ്റ്റ് ടൈം എനിക്ക് 4 കിട്ടുന്നതിന്റെ പ്രോബബിലിറ്റി 1/6 ആണ്. 4 കിട്ടാത്തതിന്റെ ആ ഇവന്റിനെ ഞാനിപ്പോ എ എന്ന് ഡിനോട്ട് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പൊ ഗെറ്റിംഗ് എ 4 is 1/6, അതിന്റെ കോംപ്ലിമെന്റ് is 5/6. ഇനി സെക്കൻഡിലേക്ക് പോകുമ്പോഴും എനിക്ക് അതിലും 4 കിട്ടാം, 4 കിട്ടാതിരിക്കാം. സോ അതിൽ 4 കിട്ടുന്നതിന്റെ പ്രോബബിലിറ്റി is 1/6, 4 കിട്ടാത്തതിന്റെ പ്രോബബിലിറ്റി is 5/6. ഈ ഫസ്റ്റ് കിട്ടിയില്ല എന്നുള്ളത് കൊണ്ട് അവിടെയും 2 കേസ് വരും. അവിടെയും എനിക്ക് 4 കിട്ടാം, 4 കിട്ടാതിരിക്കാം. ഇപ്പൊ എന്താണ് ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ദാറ്റ് യു ഗെറ്റ് എക്സാക്ട്ലി 1/4 എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഒരു 4 കിട്ടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നുകിൽ ഫസ്റ്റില് കിട്ടാം, സെക്കൻഡിൽ കിട്ടില്ല.
അല്ലെങ്കിൽ ഫസ്റ്റിൽ കിട്ടില്ല, സെക്കൻഡിൽ കിട്ടാം. അതാണല്ലോ, ഒരെണ്ണത്തിലേ വരാൻ പാടുള്ളൂ. ഒന്നെങ്കിൽ ഫസ്റ്റ് ഡൈസിൽ വരും, സെക്കൻഡ് ഡൈസിൽ വരില്ല, അല്ലെങ്കിൽ സെക്കൻഡ് ഡൈസിൽ വരും, ഫസ്റ്റ് ഡൈസിൽ വരില്ല. അപ്പൊ അതാകുമ്പോഴത്തേക്ക് നമ്മുടെ ഈ വരച്ചിരിക്കുന്ന ട്രീ ഡയഗ്രാം അനുസരിച്ചിട്ട് ഒന്നുകിൽ എ കോംപ്ലിമെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ എ കോംപ്ലിമെന്റ് എ ആയിരിക്കും. ഇതുമായിരിക്കും കോമ്പിനേഷൻ. അതിന്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് 1/6 × 5/6 ആണ്. അല്ലെങ്കിൽ ഫസ്റ്റില് കിട്ടില്ല, സെക്കൻഡിൽ കിട്ടും. 5/6 × 1/6. അപ്പൊ എത്ര വരുന്നേ? 5/36. ഇതും 5/36. ആഡ് ചെയ്യുമ്പോൾ എനിക്ക് 10/36 എന്ന് വരും. 10/36 reduce ചെയ്താൽ 5/18. This is the probability that when you roll 2 dice you get exactly 1/4. ഇത് ഞാൻ ട്രീ ഡയഗ്രാം വെച്ചിട്ട് ചെയ്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സാമ്പിൾ 36 ഔട്ട്കംസ് എഴുതിയിട്ട് ചെയ്യാം. അതുകൂടെ ഒന്ന് കാണിച്ചു തരാം. അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ആദ്യം ആ ലിസ്റ്റ് ഔട്ട് ചെയ്യാം. 36 ഔട്ട്കംസ് ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്ത് തരാം. 1-1, 1-2, 1-3, 1-4, 1-5, 1-6, 2-1, 2-2, 2-3, 2-4, 2-5, 2-6, 3-1, 3-2, etc. 3-4, 3-6 എല്ലാം ഉണ്ട്. 4-1, 4-2, etc. 4-4, 4-6, 4-5, 4-6. 4 വേണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അതെല്ലാം എഴുതുന്നത്. 5-1 തൊട്ട് ഇവിടെ 5-4 ഉണ്ട്, പിന്നെ 5-6, പിന്നെ 6-1, 6-2, etc. 6-4, 6-6. 36 ഔട്ട്കംസിൽ ചിലത് ലിസ്റ്റ് ഔട്ട് ചെയ്ത് ഞാൻ ചിലത് ഡോട്ട് ഇട്ട് അത് പാറ്റേണിൽ ഫിൽ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഇതിലിപ്പം എക്സാക്ട്ലി 1-4 വരണം എന്നുണ്ടെങ്കിൽ ഏതൊക്കെയാണ് നമ്മൾ എടുക്കുന്നത്? എക്സാക്ട്ലി 1-4 ആണെങ്കിൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10 സോ 10/36. ഞാൻ ഇതിൽ 4 എടുക്കാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലിപ്പോ 2 4 ആയിപ്പോ. അപ്പൊ ആ ഔട്ട്കം എനിക്ക് എടുക്കാൻ പറ്റില്ല. എക്സാക്ട്ലി 1-4 പാടുള്ളൂ. അപ്പൊ 10/36 which is equal to 5/18. സെയിം ആൻസർ തന്നെ കിട്ടും. സോ നിങ്ങൾക്ക് ഏതാണോ ഈസി ആയിട്ട് തോന്നുന്നത് ആ മെത്തേഡ് തന്നെ ചെയ്യാം. ഇനി അടുത്തത്, a can contains 4 blue and 2 green marbles. One marble is randomly drawn from the can without replacement and its color is noted. A second marble is then drawn. Find the probability that the second marble is blue. അപ്പോ ടോട്ടല് 4+2 എൻ്റെ കയ്യിൽ 6 മാർബിൾസ് ഉണ്ട്. അതിൽ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബ്ലൂ എന്ന് പറയുന്നത് 4/6 ആയിരിക്കും. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഗ്രീൻ എന്ന് പറയുന്നത് 2/6 ആണ്. ഓക്കെ, അപ്പൊ ആദ്യം ഞാൻ ബ്ലൂ എഴുതും, പിന്നെ ഗ്രീൻ എഴുതും. 4/6ഉം 2/6ഉം കിട്ടി. അപ്പൊ ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, റീപ്ലേസ്മെന്റ് ഇല്ലെന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ ഏതെടുത്താലും തിരിച്ചു വയ്ക്കുന്നില്ല. അപ്പൊ ടോട്ടൽ കുറയും. ഫസ്റ്റ് ഞാൻ ഒരു മാർബിൾ പുൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ റീപ്ലേസ്മെന്റ് ഇല്ലാത്തത് കൊണ്ട് ടോട്ടലിന്റെ എണ്ണം കുറയും. അടുത്ത ഞാൻ ഇനി രണ്ടാമതൊരു മാർബിൾ എടുക്കുമ്പോൾ അത് ഒബ്വിയസ് ആയിട്ടും ബ്ലൂ ആയിരിക്കാം, ഗ്രീൻ ആയിരിക്കാം. പക്ഷെ എന്റെ ടോട്ടൽ എന്തായിരിക്കും? 5 വരത്തുള്ളൂ. അപ്പൊ ഞാൻ ആദ്യത്തെ കേസ് എടുക്കുന്നത് ബ്ലൂ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. അപ്പൊ 4 ബ്ലൂവിൽ ഒരെണ്ണം ഞാൻ പിക്ക് ചെയ്താൽ ബാക്കി 3 ഉള്ളൂ. അപ്പൊ പിന്നെയും ബ്ലൂ ഇടുന്നതിന്റെ പ്രോബബിലിറ്റി 3/5 ആയിരിക്കും. പക്ഷെ ഫസ്റ്റ് കേസിൽ 4/6, അതായത് ഫസ്റ്റ് ഞാൻ ബ്ലൂ എടുത്തു കഴിഞ്ഞാൽ ആ ഗ്രീന് 2 അവിടെ തന്നെ ഉണ്ടല്ലോ. ഇപ്പൊ 2/5 ആയിരിക്കും ഗ്രീൻ കിട്ടുന്ന പ്രോബബിലിറ്റി. ഇനി രണ്ടാമത്തെ ഡയഗ്രാമിൽ ഫിൽ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും? ഞാൻ ആദ്യം 2/6 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീൻ കിട്ടുന്ന പ്രോബബിലിറ്റി ആണ്. ഇപ്പൊ ഗ്രീൻ ആണ് ഞാൻ എടുക്കുന്നതെങ്കിൽ 4 ബ്ലൂ അവിടെ തന്നെ ഉണ്ട്. ഇപ്പൊ ടോട്ടല് 5 തന്നെ നിൽക്കും. ഇപ്പൊ 4 ബ്ലൂ അവിടെ തന്നെ ഉണ്ട്. പക്ഷെ ഗ്രീനിന്റെ എണ്ണം കുറയും, 1 ആയി. ഇനിയിപ്പോ എന്താണ് ചോദിക്കുന്നത്? സെക്കൻഡ് മാർബിൾ ബ്ലൂ ആയിരിക്കണം. സെക്കൻഡ് മാർബിൾ ബ്ലൂ ആവുന്ന പോസിബിലിറ്റി എന്ന് പറയുന്നത് ഒന്നുകിൽ 2 ബ്ലൂ കിട്ടാം, അല്ലെങ്കിൽ ഗ്രീനും ബ്ലൂവും കിട്ടാം. ഗ്രീനും
ബ്ലൂവും കിട്ടാം. അപ്പൊ അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുക. 4/6 ഇൻറ്റു 3/5 പ്ലസ് 2/6 ഇൻറ്റു 4/5. അപ്പൊ എന്താ കിട്ടുന്നത്? 4 3s are 12/30 പ്ലസ് 8/30. 12 plus 8, 20/30, which is equal to 2/3. ഓക്കെ, ഇതാണ് സെക്കൻഡ് മാർബിൾ ബ്ലൂ ആവുന്നതിന്റെ പോസിബിലിറ്റി. ഇനി അടുത്ത സെക്കൻഡ് ചോദിക്കുന്നത് ദ ഫസ്റ്റ് മാർബിൾ വാസ് ഗ്രീൻ ഗിവൺ ദാറ്റ് ദ സെക്കൻഡ് മാർബിൾ ഇസ് ബ്ലൂ. അപ്പൊ അവിടെ ഒരു കണ്ടീഷൻ വന്നിരിക്കുകയാണ്. അപ്പൊ ബെയർസ് തിയറം വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഗിവൺ ദാറ്റ് ദ സെക്കൻഡ് മാർബിൾ ഇസ് ബ്ലൂ. അപ്പൊ ഡിനോമിനേറ്ററിൽ വരേണ്ടത് പ്രോബബിലിറ്റി ദാറ്റ് ദി സെക്കൻഡ് ഇസ് ബ്ലൂ. ന്യൂമറേറ്ററിൽ എന്ത് വരണം? പ്രോബബിലിറ്റി ദാറ്റ് ദി ഫസ്റ്റ് ഇസ് ഗ്രീൻ. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് പ്രോബബിലിറ്റി ഓഫ് ഗ്രീൻ ബ്ലൂ ഡിവൈഡഡ് ബൈ ബ്ലൂ ബ്ലൂ പ്ലസ് ഗ്രീൻ ബ്ലൂ. ഫസ്റ്റ് ഗ്രീൻ ആവുകയും വേണം, എന്നാൽ സെക്കൻഡ് ബ്ലൂ ആവുകയും വേണം. അതാണ് ന്യൂമറേറ്ററിൽ വരുന്നത്. പക്ഷെ ഡിനോമിനേറ്ററിൽ വരുന്നത് ടോട്ടൽ പ്രോബബിലിറ്റി ദാറ്റ് ദി സെക്കൻഡ് മാർബിൾ ഇസ് ബ്ലൂ. ഇപ്പൊ ഗ്രീൻ ബ്ലൂവിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ 2/6 ഇൻറ്റു 4/5 ആണ്. ഡിനോമിനേറ്റർ ഓൾറെഡി 2/3 കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എടുത്താൽ മതി. എന്താ വരുന്നത്? 8/30 ഇൻറ്റു 3/2. ഇത് 4, 10, 4/10, which is equal to 2/5. So 2/5 is the probability of the first marble is green given that the second marble is blue. അപ്പൊ ഇവിടെ കണ്ടീഷണൽ ആണ്. ബെയർസ് തിയറത്തിന്റെ ആപ്ലിക്കേഷൻ ആണ് ഈ ക്വസ്റ്റ്യൻ വരുന്നത്. ഇതിൽ വിത്തൗട്ട് റീപ്ലേസ്മെന്റ് പറഞ്ഞിട്ടില്ല എങ്കിൽ പിന്നെയും വ്യത്യാസം വരും. വിത്തൗട്ട് റീപ്ലേസ്മെന്റ് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഈ എഴുതിയില്ലേ 3/5, ഇവിടെ മാറി പിന്നെയും 4/6ഉം 2/6 തന്നെ നേരത്തെ ചെയ്ത പോലെ. ഡൈസിന്റെ കേസിൽ സെക്കൻഡ് റോയിൽ ഞാൻ 1/6 5/6 എഴുതിയത് പോലെ തന്നെ പ്രോബിലിറ്റി സെയിം ആയിട്ടായിരിക്കും. ഇവിടെ റീപ്ലേസ്മെന്റ് ഇല്ലാത്തത് കൊണ്ടാണ് പ്രോബിലിറ്റി മാറിയത്. അതൊക്കെ ശ്രദ്ധിച്ചോണം. Adam traveled to school by car or by bicycle. On any particular day, he is equally likely to travel by car or by bicycle. The probability of being late for school is 1/6 if he travels by car. Okay. അപ്പോൾ ആഡം സ്കൂളിൽ പോകുന്നത് കാറിലോ ബൈസിക്കിളിലോ ആണ്. അപ്പോൾ ഇത് രണ്ടും ചൂസ് ചെയ്യുന്നത് ഈക്വൽ ലൈക്ലി ആണ്. ഈക്വലി ലൈക്ലി എന്ന് വെച്ചാൽ തുല്യ പ്രാധാന്യമാണ്. ഹാഫ് ആയിരിക്കും. അപ്പൊ കാർ എടുക്കുന്നതിന്റെ പ്രോബബിലിറ്റി ഹാഫ് ആണ്, ബൈസിക്കിളിൽ പോകുന്നതിന്റെ പ്രോബബിലിറ്റിയും ഹാഫ് ആണ്. ഇനി ഇതിൽ രണ്ട് കേസ് വരുന്നുണ്ട്. അതായത് കാറിൽ പോകുമ്പോൾ ലേറ്റ് ആവാം, ബൈസിക്കിളിൽ പോകുമ്പോൾ ലേറ്റ് ആവാം. അപ്പൊ അതിന്റെ പ്രോബബിലിറ്റീസ് തന്നിട്ടുണ്ട്. ഇപ്പൊ കാറിൽ പോകുമ്പോൾ ലേറ്റ് ആവാം, അല്ലെങ്കിൽ ലേറ്റ് ആവാതിരിക്കാം. ബൈസിക്കിളിൽ പോകുമ്പോഴും ലേറ്റ് ആവാം, ഇല്ലെങ്കിൽ ലേറ്റ് ആവാതിരിക്കാം. കാറിൽ പോകുമ്പോൾ ലേറ്റ് ആവുന്നതിന്റെ പ്രോബബിലിറ്റി 1/6 ആണ്. അപ്പൊ ഇതിന്റെ കോംപ്ലിമെന്റ് എന്തായിരിക്കും? 5/6. ലേറ്റ് ആവാത്തതിന്റെ പ്രോബബിലിറ്റി 5/6. ഇനി ബൈസിക്കിളിലാണ് പോകുന്നതെങ്കിൽ ബീങ് ലേറ്റ് ഇസ് 1/3. ലേറ്റ് ആവാത്തതിന്റെ പ്രോബിലിറ്റി 2/3 ആയിരിക്കും. 1 - 1/3 2/3 ആയിരിക്കും. ഇത്രയും ഞാൻ ട്രീ ഡയഗ്രാം വരച്ചു. ഇനി ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഹി വിൽ ട്രാവൽ ബൈ കാർ ആൻഡ് ഇസ് ലേറ്റ് ഫോർ സ്കൂൾ. കാറിൽ പോകുന്നു, ലേറ്റ് ആവുന്നു. അപ്പൊ ഒറ്റ കേസേ ഉള്ളൂ. ഹാഫും ഇത് സി എൽ എന്ന് പറയുന്ന ഒറ്റ കേസേ ഉള്ളൂ. 1/2 × 1/6. കാറിൽ പോകുന്നു, ലേറ്റ് ആകും. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. കാറിൽ പോകുന്നു, ലേറ്റ് ആകും. അപ്പൊ 1/2 × 1/6 which is equal to 1/12 direct. Second, find the probability that he will be late for school. എങ്ങനെ പോയാലും പ്രശ്നമില്ല, ആള് ലേറ്റ് ആയിട്ട് സ്കൂളിൽ എത്തുള്ളൂ. അപ്പൊ അതിന് രണ്ട് പോസിബിലിറ്റി ഉണ്ട്. കാറിൽ പോകുമ്പോൾ ലേറ്റ് ആവാം, ഇല്ലെങ്കിൽ ബൈസിക്കിളിൽ പോകുമ്പോൾ ലേറ്റ് ആവാം. അപ്പൊ 1/2 × 1/6 പ്ലസ് ബൈസിക്കിളിൽ പോകുമ്പോൾ ലേറ്റ് ആവും. So that is 1/12 plus 1/6. 1/12 plus 1/6 ആകുമ്പോഴത്തേക്കും into 2 അല്ലെ. അപ്പൊ 2 + 1 3/12 ആണ്, which is equal to 1/4. നോർമലി ലേറ്റ് ആണ്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. Given that Adam is late for school, find the probability that he traveled by car. അപ്പോ ഇവിടെയും ബെയർസ് തിയറം അല്ലെങ്കിൽ കണ്ടീഷണലിന്റെ ആപ്ലിക്കേഷൻ ആണ്. ആള് കാറിലാണ് ട്രാവൽ ചെയ്തത്, ലേറ്റ് ആയിട്ട് പോയി. പക്ഷെ കണ്ടീഷൻ എന്താണ്? സ്കൂളിൽ എത്താൻ ലേറ്റ് ആയി. അപ്പൊ കാറിൽ പോകുമ്പോൾ ലേറ്റ് ആവാം, ബൈസിക്കിളിൽ പോകുമ്പോൾ ലേറ്റ് ആവാം. ഈ പ്രോബിലിറ്റിയാണ് ചോദിക്കുന്നത്. ഗിവൺ എന്ന് പറയുന്നത് എപ്പോഴും ഡിനോമിനേറ്ററിലായിരിക്കണം.
ആ ഗിവന്റെ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്, ഇപ്പൊ ലേറ്റ് ആകുന്ന പറഞ്ഞു കഴിഞ്ഞാല് ഏതൊക്കെ രീതിയിൽ ലേറ്റ് ആവുമോ ആ കോമ്പിനേഷൻസ് എല്ലാം ആഡ് ചെയ്യണം. ന്യൂമറേറ്ററിൽ വരുന്നത് അവർ സ്പെസിഫിക്കലി പറയുന്ന ഒരു പാർട്ട് മാത്രം. ഇവിടെ ഇപ്പൊ കാർ സ്പെസിഫൈ ചെയ്തുകൊണ്ട് ഇങ്ങനെ എടുത്തു. പക്ഷെ ക്വസ്റ്റ്യൻ ഈ ട്രാവൽഡ് ബൈ ബൈസിക്കിൾ എന്നാണെങ്കിൽ ഇതിന് പകരം ടേം ബൈസിക്കിൾ എന്നാണ് വരുന്നതെങ്കിൽ എങ്ങനെ എഴുതും? ബൈസിക്കിളിൽ പോകുമ്പോൾ ലേറ്റ് ആയി ഡിവൈഡഡ് ബൈ ടോട്ടൽ ലേറ്റ് ആവുന്നത്. അപ്പൊ അത് ക്വസ്റ്റ്യൻ നോക്കി നിങ്ങൾ ചൂസ് ചെയ്യണം. ഗിവൺ കണ്ടീഷൻ എപ്പോഴും ഡിനോമിനേറ്ററിലാണ് വരുന്നത്. ഇപ്പൊ കാറിൽ ലേറ്റ് ആവുന്നതിന്റെ പ്രോബബിലിറ്റി 1/12 ആണ്. സെക്കൻഡ് പാർട്ടിൽ നമുക്ക് മെത്തേഡ് ടോട്ടൽ ലേറ്റ് ആവുന്നത് 1/4 ആണ്. അപ്പൊ 1/12 into 4/1 which is 1/3. അതാണ് സി പാർട്ടിന്റെ ആൻസർ. എ ബി സി പാർട്ടിന്റെ ആൻസർ അതാണ്. ഇനി 54% of the students at a university are female, 8% of the male students are colorblind, and 2% of the female students are colorblind. A randomly chosen student is colorblind. Find the probability that the student is male. അപ്പോൾ മെയിലും ഫീമെയിലും കാറ്റഗറി നോക്കാം. മെയിലും ഫീമെയിലും 54% പേര് ഫീമെയിൽസ് ആണെങ്കിൽ ബാക്കി എത്ര വരും? 46% പേര് മെയിലാണ്. അപ്പം ഇതിന്റെ 8% ആൾക്കാർ കളർ ബ്ലൈൻഡ് ആണ്. ഇതില് കളർ ബ്ലൈൻഡ് അല്ലാത്തവര് 92% ആണ്. പിന്നെ ഫീമെയിൽ സ്റ്റുഡൻസിൽ 2% കളർ ബ്ലൈൻഡ് ആണ്. അതില് കളർ ബ്ലൈൻഡ് അല്ലാത്തത് 98% പേര് കളർ ബ്ലൈൻഡ് അല്ല. എന്താ ചോദിക്കണത്? കളർ ബ്ലൈൻഡ് ആണ്. അപ്പൊ കളർ ബ്ലൈൻഡ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് മെയിൽസ് കളർ ബ്ലൈൻഡ് ആവാം, ഫീമെയിൽസ് കളർ ബ്ലൈൻഡ് ആവാം. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ സ്റ്റുഡന്റ് ഇസ് മെയിൽ. അപ്പം ഇതാണ് ഗിവൺ കണ്ടീഷൻ. കളർ ബ്ലൈൻഡ് ആണ് എന്ന് പറയുന്നതാണ് ഗിവൺ കണ്ടീഷൻ. അപ്പൊ ഡിനോമിനേറ്ററിൽ അത് വരണം. മെയിൽസില് കളർ ബ്ലൈൻഡ് ആവാം പ്ലസ് ഫീമെയിൽസില് കളർ ബ്ലൈൻഡ് ആവാം. സ്റ്റുഡന്റ് മെയിലാണ്, മെയിലില് കളർ ബ്ലൈൻഡ് ആണ്. അപ്പൊ പെർസെന്റേജ് ഉൾപ്പെടെ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിച്ചാൽ മതി. സെയിം സാധനമാണ്, ഞാൻ ഇനി അത് ചെയ്യാനായിട്ട് നിൽക്കുന്നില്ല. ബി പാർട്ടിൽ വരുമ്പോഴോ സ്റ്റുഡന്റ് ഫീമെയിൽ ആണ്, അപ്പൊ അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഫീമെയിൽ ആണ് പക്ഷെ നോട്ട് കളർ ബ്ലൈൻഡ് എന്നാണ്. അപ്പൊ ഫീമെയിലിൽ നോട്ട് കളർ ബ്ലൈൻഡ് ആണ് ബൈ മെയിൽസിൽ നോട്ട് കളർ ബ്ലൈൻഡ് പ്ലസ് ഫീമെയിൽസിൽ നോട്ട് കളർ ബ്ലൈൻഡ്. ഇതെല്ലാം ബെയേഴ്സ് തിയറം, സെയിം ലോജിക് ആണ്. പെർസെന്റേജ് ഉൾപ്പെടെ മൾട്ടിപ്ലൈ ചെയ്യാവൂ. ചുമ്മാ 46 into 8 എന്ന് എഴുതി കഴിഞ്ഞാൽ കിട്ടത്തില്ല. അത് 0.46 into 0.08 ചെയ്യണം, അല്ലെങ്കിൽ 46/100 തന്നെ ഡെസിമൽ വാല്യൂ ഇട്ട് തന്നെ ചെയ്യണം, ഇല്ലെങ്കിൽ പ്രോബബിലിറ്റി തെറ്റും. സോ ഇതാണ് പ്രോബബിലിറ്റിയിൽ നമുക്ക് കൂടുതലായിട്ട് വരുന്നത്. ഇപ്പൊ ഡിസ്ട്രിബ്യൂഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്, അത് നമുക്ക് അടുത്തതിൽ കാണാം. ഇതിപ്പോ ഞാൻ ജസ്റ്റ് ബെയേഴ്സും കണ്ടീഷണലും ഒക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് കാണിച്ചിരുന്നതാണ്. അപ്പൊ എല്ലാവരും എക്സാം ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല, നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ലക്ഷ്യം സർക്കാർ ഉദ്യോഗമെങ്കിൽ മാർഗം ലാൽസ് അക്കാഡമി. ഡൗൺലോഡ് ലാൽസ് PSC ലേണിംഗ് ആപ്പ്.